أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذي خلقكم والذين من قبلكم لعلكم تتقون. صدق الله العلي العظيم. ഏറ്റവും സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഉൽഹിയ്യത്തിൻ്റെ 5-ാമത്തെ ക്ലാസ്സിലാണ് നാം നിലകൊള്ളുന്നത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഉൽഹിയ്യത്തിനെ പറ്റി നാം കുറെയെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഉൽഹിയ്യത്ത് കർമ്മം നിർവഹിക്കുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മാർഗം സ്വീകരിച്ചത് കൊണ്ടാണ്. ഇതാണ് നമ്മൾ മുൻ ക്ലാസ്സിലെല്ലാം പറഞ്ഞു വന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കറകളഞ്ഞ 100% തൗഹീദി ആദർശം സ്വീകരിച്ച മഹാനായ വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ സമുദായത്തോട് പറഞ്ഞു, അഫതഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉകും ശൈഅൻ വലാ യദുറുകും. നിങ്ങൾ എന്തിനാണ് ഉപകാരമില്ലാത്തതിനെ, നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ഇല്ല ചെയ്യാൻ പറ്റാത്തതിനെ ആരാധിക്കുന്നത്? അല്ലാ തഅബ്ദു ഇല്ലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവല്ലാതെ മറ്റൊന്നിനെയും നിങ്ങൾ ആരാധിക്കരുത്, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക എന്നുള്ള ഒരു കണിശ നിലപാടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഉള്ളത്. അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുന്ന വിഷയത്തിലേക്ക് നിങ്ങൾ എത്തണം. ഇതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ സമുദായമായ നമ്രൂദ് രാജനോടും അയാളുടെ ഖൗമിനോടും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്. എന്നാൽ ഈ ഒരു വിഷയം അവിടെ ചെവിക്കൊണ്ടില്ല. മറിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വൈരാഗ്യം കൂടി വരികയാണ് അവർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ സംഘട്ടനങ്ങൾ പലതും കഴിഞ്ഞെങ്കിലും അവസാനം അവരൊരു തീരുമാനത്തിലെത്തി, ഇബ്രാഹിമിനെ നമുക്ക് വലിയ ഒരു തീക്കുണ്ടാരമുണ്ടാക്കി അതിലേക്ക് വലിച്ചെറിയാം. അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അരിശം പൂണ്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലെറിയാൻ തീരുമാനിച്ചു. ചുരുക്കത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തീക്കുണ്ടാരത്തിൽ സമാധാനമായിരുന്നു ഉണ്ടായിരുന്നത്. തീയിലെറിയപ്പെട്ടപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസ്സലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നീ തണുപ്പ് ആവണം, അവിടെ സലാമത്ത് വേണം. അങ്ങനെ ഇബ്രാഹിം നബിക്ക് അവിടെ യാതൊരുവിധ പ്രയാസങ്ങളും ഉണ്ടായിരുന്നില്ല. ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ അല്ലാഹുവിനെ, തൻ്റെ രക്ഷിതാവിനെ മുന്നിൽ കണ്ടുകൊണ്ട് തൻ്റെ രക്ഷിതാവിലേക്കൊരു യാത്ര പോകാൻ ഒരുങ്ങുകയാണ്. ഈ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു. ആ ദുആയാണ് റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ദുആ, എനിക്ക് നല്ല സാലിഹായ ഒരു സന്താനത്തെ നീ നൽകണേന്ന്. പക്ഷേ ആ ദുആ അല്ലാഹു തആല സ്വീകരിച്ചു. ഫലമ്മാ ബലഗ മഅഹു സഅയ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ നടക്കാനും ഹെൽപ്പിങ്ങിനുമൊക്കെ ആ ഒരു പ്രായമായപ്പോൾ
അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് സ്വപ്നത്തിൽ അറിയിച്ചു തൻ്റെ മകനെ അറുക്കാൻ. ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. ഖാല യാ അബ്തി ഇഫ്അൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനെ അറുക്കുവാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ചുരുക്കത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കർമ്മങ്ങളങ്ങോട്ട് നടത്തിയപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങളുടെ ഈ കർത്തവ്യം നാം സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല സ്വർഗത്തിൽ നിന്നും ഒരു ആടിനെ ഇറക്കിക്കൊടുത്തു. ആ ആടിനെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉലുഹിയത്തായിട്ട് അറുക്കുന്നത്. ഇതാണ് ഉലുഹിയത്ത് സംബന്ധമായി നമ്മുടെ ചരിത്രം നിലനിൽക്കുന്നത്. മനസ്സിലാക്കാൻ അല്ലാഹു തആല നമുക്കെല്ലാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.